എൻ്റെ ചോദ്യം എന്താണെന്ന് പറഞ്ഞെങ്കിൽ, ഇവിടെ മഹാനായ ഒരു അറിയപ്പെട്ട ആള് ജീവിച്ചിരിക്കുമ്പോൾ അയാൾ പറയുന്നത് ഇവിടെ എന്ത് പ്രോഗ്രാം നടക്കുന്നതോ ഇവിടെ എന്ത് പ്രസംഗം നടക്കുന്നതോ എനക്കൊന്നും അറിയില്ല, എന്നോട് പറയുന്നില്ല എന്ന് പറയും. അയാൾ മരിച്ചല് പിന്നെ അയാൾ കുറച്ചു നേരം മരിച്ചല് പിന്നെ എല്ലാ അയാൾക്കും അറിയാൻ പറ്റുന്നു. അതൊന്ന് പറഞ്ഞുതരും. നിങ്ങൾ പറഞ്ഞത് എന്ത് തിരിഞ്ഞിട്ടില്ല, ഒന്നും കൂടി വ്യക്തമാക്കുമോ? അതെന്താന്ന് പറഞ്ഞാല് ഇവിടെ നല്ല അറിയപ്പെട്ട ഒരാള് ജീവിച്ചിരിക്കുമ്പോൾ അയാൾ പ്രസംഗിച്ചിട്ട് പറഞ്ഞു, ഇവിടെ നടക്കുന്ന കുറേ പ്രോഗ്രാം നടക്കുന്നുണ്ട്, എന്നോട് നിങ്ങളൊന്നും പറയുന്നില്ല, എനക്കറിയുന്നില്ല. എന്തിന് ഇവിടെ നടക്കുന്ന എവിടെ അവിടെ വേറെ ഒരു സ്ഥലത്തിന്റെ പേര് പറയുന്നില്ല, ഞാൻ അത് കേട്ടതാണ്. അയാൾക്ക് അറിയിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. എന്തേ അയാളോട് ഉത്തരവാദിയാള് എനക്കൊന്നും അറിയില്ല. കുറച്ച് സമയം അയാൾ മരണപ്പെട്ട് അതിന് പിന്നെ എല്ലാ സംഗതികൾക്ക് അറിയാനും പെടുന്നു. അവിടെ സിയാറത്ത് നടക്കുന്നു, ഇവിടെ എല്ലാ സംഗതി നടക്കുന്നു. അതിനെ കുറച്ച് വിവരിക്കാൻ നല്ലതാണ്. നിങ്ങൾ അങ്ങനെ അവ്യക്തമായി പറയുന്നതിനേക്കാളും നേരിട്ട് പറഞ്ഞാൽ നന്നായിരുന്നു. ഏതായാലും സംഗതി വീടി കിട്ടി. നിങ്ങളിപ്പോ പറഞ്ഞത് വഹാബികളെ ഒരു കുതന്ത്രത്തിന്റെ ചോദ്യമാണ്. അതായത് ചില മഹല്ലുകളിൽ നടത്തുന്ന പരിപാടി എന്നെ അറിയിക്കുന്നില്ല, എനിക്കറിയുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. മരണപ്പെട്ടതിന്റെ ശേഷം അദ്ദേഹത്തിന് എല്ലാം അറിയാൻ സാധിച്ചു. ഒന്നാമത് ഞാൻ ചോദിക്കട്ടെ, അയാളിപ്പോ മരണപ്പെട്ടതിന് ശേഷം നിങ്ങളോട് പറഞ്ഞോ ഞാനൊക്കെ അറിഞ്ഞു? ഇല്ല. പിന്നെ ഇങ്ങനെ പറഞ്ഞു ദർഗക്ക് പോന്നു. അപ്പൊ അവർ ദർഗയിലേക്ക് പോകുന്നതിന്റെ അർത്ഥം എന്താ? അവിടെ പോയിട്ട് ചോദിക്കുന്നവർക്കെല്ലാം അറിയുന്നല്ലേ? അവർക്കെല്ലാം നമ്മളെക്കാരെ അറിയുന്നല്ലേ? അവരോട് പറഞ്ഞാൽ അവർക്കറിയും. അവരോട് പോയി പറഞ്ഞാൽ അവർക്കറിയും. നേരത്തെ പറയാത്തതല്ലേ പറഞ്ഞു? എന്താ പറഞ്ഞ പറഞ്ഞാൽ അറിയില്ല നേരത്തെ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ? അയാളോട് പറഞ്ഞിട്ടില്ല. ഫസ്റ്റ് പറയാത്തതല്ലേ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ. പറഞ്ഞത് അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇരിക്കട്ടെ, ഞാൻ ഏതായാലും മറുപടി പറയാം. മനസ്സിലായി, സംഗതി മനസ്സിലായിരിക്കും. അതായത് ഇവിടെ ഒരു തെറ്റിദ്ധാരണുണ്ട്. മഹാന്മാരായ ഔലിയാക്കളോ സ്വാലിഹീങ്ങളോ അവരുടെ ഖബർ സിയാറത്ത് ചെയ്യുന്നു. അവിടെ കെട്ടിടം കെട്ടുന്നു. ആ കെട്ടിടത്തിനെ പറ്റിയാണ് ദർഗ എന്നൊക്കെ പറയുന്നത് അല്ലെ? ആ ഖബറിന്റെ മുകളിൽ കെട്ടിടം കെട്ടി അവിടെ ദർഗ ഉണ്ടാക്കുന്നു, സിയാറത്തിന് പോകുന്നു. ഈ കെട്ടിടം ഉണ്ടാക്കാനും ഒരു ഖബറിന്റെ മുകളിൽ ഒരു ആലിമിന്റെയോ ഒരു സ്വാലിഹിന്റെയോ ഖബറിന്റെ മുകളിൽ അവിടെ കെട്ടിടം ഉണ്ടാക്കുന്നതിന്റെ ലക്ഷ്യം എന്താ? അവിടെ സിയാറത്തിന് വരുന്ന ആളുകൾക്ക് വെയിലും മഴയും കൊള്ളാതിരിക്കാൻ വേണ്ടിയാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. സിയാറത്തിന് വരുന്ന ആളുകളുടെ സൗകര്യത്തിന് വേണ്ടിയാണ്. ബാക്കിയുള്ള ആളുകളുടെ ഖബറിന്റെ അടുത്ത് വരുന്നത് പോലെ അല്ല. അവിടെ നിരന്തരമായി ആളുകൾ സിയാറത്തിന് വരും. അപ്പൊ അവരുടെ സൗകര്യത്തിന് വേണ്ടി നിരന്തരമായി ആളുകൾ സിയാറത്തിന് വരുമ്പോ അവരൊരു സൗകര്യത്തിന് വേണ്ടിയാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. ഒരു ആലിം നമ്മുടെ ഇടയിൽ ജീവിച്ച ഒരു പണ്ഡിതൻ മരിച്ചപ്പോ ആ മരണപ്പെട്ട പണ്ഡിതന്റെ ഖബറിന്റെ മുകളിൽ കെട്ടിടം കെട്ടി എന്ന ഒറ്റ കാരണം കൊണ്ട് നമ്മൾ അദ്ദേഹത്തിനെ വലിയാക്കി എന്ന അർത്ഥം അതിനില്ല. ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്ന ഒരു പ്രഗത്ഭനായ ഒരു പണ്ഡിതൻ, ഒരു ആലിം മരിച്ചു. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് വലിയോ കുത്തുബോ ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം മരണപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ ഖബറിന്റെ മുകളിൽ നമ്മൾ ഒരു കെട്ടിടം നിർമ്മിച്ചപ്പോ അപ്പോ അദ്ദേഹത്തിന് വലിയാക്കി എന്നതിനർത്ഥമില്ല. പിന്നെയോ ബഹുമാനപ്പെട്ട അഹ്മദ് സറൂഖ് അദ്ദേഹത്തിന്റെ ഉദ്ദത്തുൽ മുരീദി സ്വാദിഖ് എന്ന ഗ്രന്ഥത്തിന്റെ 252-ാമത്തെ പേജ്, അതിൽ കാണാം എന്ത്? ജീവിതത്തിൽ 258-ാമത്തെ പേജ്, ഹയാത്ത് കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ
وقال الإمام الغزالي إمام غزالي رضي الله عنه തൊട്ടാണ് അഹ്മദ് സറൂഖ് ഉദ്ധരിക്കുന്നത് إن كل من يجوز التبرك في حياته يجوز التبرك بقبره بعد موته ജീവിത കാലഘട്ടത്തിൽ ആരെ കൊണ്ടെല്ലാം നമ്മൾ ബർക്കത്തെടുപ്പിക്കുന്നു അവരെ കൊണ്ടെല്ലാം അവരുടെ മരണത്തിന്റെ ശേഷവും ബർക്കത്തെടുക്കാം. ബർക്കത്തെടുക്കണമെങ്കിൽ ഒരു ആള് വലിയാകണമെന്നില്ല. സയ്യിദിന്റെ ബർക്കത്ത് നമ്മൾ എടുക്കുന്നു, ഉസ്താദുമാരെ ബർക്കത്ത് നമ്മൾ എടുക്കുന്നു, ആലിമീങ്ങളെ ബർക്കത്ത് എടുക്കുന്നു. ബർക്കത്തെടുക്കണമെങ്കിൽ അദ്ദേഹം വലിയും കുത്തുബും ഗൗസും ആകണമെന്നില്ല. ആലിമീങ്ങളെ ബർക്കത്തെടുക്കാം. അപ്പോൾ ബർക്കത്ത് ജീവിത കാലഘട്ടത്തിൽ നമ്മൾ ഒരു പണ്ഡിതന്റെ ബർക്കത്തെടുക്കുന്നു എങ്കിൽ മരണത്തിന്റെ ശേഷവും അദ്ദേഹത്തിന്റെ ബർക്കത്തെടുക്കൽ അനുവദനീയമാണ്. ഉദ്ദത്തുൽ മുരീദി സ്വാദിഖ് 258-ാമത്തെ പേജ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്ന പ്രഗത്ഭരായ സാദാത്യങ്ങളോ പണ്ഡിതന്മാരോ മരണപ്പെട്ടപ്പോൾ അവിടെ ജീവിത കാലഘട്ടത്തിൽ അവരെ കൊണ്ട് നമ്മൾ ബർക്കത്തെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ മരണത്തിന്റെ ശേഷം ബർക്കത്തെടുക്കാൻ ആളുകൾ അവിടെ ഒഴുകുന്നു, സിയാറത്തിന് വരുന്നു. അതുകൊണ്ട് അവിടെ ബിൽഡിങ്ങും കെട്ടിടവും ഉണ്ടാക്കുന്നു. അപ്പൊ അതിന്റെ അർത്ഥം അപ്പോഴേക്ക് തന്നെ അവരെ വലിയാക്കി എന്നല്ല. ഇനി ഒന്നും കൂടി ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ജീവിത കാലഘട്ടത്തിൽ ഒരാൾക്ക് ഒരു കാര്യം അറിഞ്ഞില്ല എന്നതുകൊണ്ട് മരണത്തിന്റെ ശേഷം അവർക്ക് അറിയില്ല എന്നും പറയാൻ കഴിയില്ല. കാരണം ഇമാം റാസി റളിയല്ലാഹു അൻഹു വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു സത്യവിശ്വാസിയായ മുഅ്മിൻ അവന്റെ ജീവിതത്തിലെ കഴിവിനേക്കാൾ ഏറെ കഴിവാണ് മരണത്തിന്റെ ശേഷം കഴിവുണ്ടാകുന്നത്. നിങ്ങൾക്ക് അറബി അറിയോ? ഇല്ലല്ലോ. ഖബറിൽ പോയാൽ മറബുക എന്ന് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ ആൻസർ കൊടുക്കും? അറബിയിൽ ചോദിച്ചാൽ മരണത്തിന്റെ ശേഷം നിങ്ങൾ അറബി ലാംഗ്വേജ് അല്ലെങ്കിൽ സ്പോക്കൺ അറബിക്ക് പഠിച്ചിട്ടാണോ ഖബറിലേക്ക് പോകുന്നത്? അല്ലല്ലോ. അപ്പൊ ഇവിടെ അറബി അല്ലാത്ത ആൾക്ക്, അറബി പഠിക്കാത്ത ആൾക്ക് അവിടെ അറബി തിരിയുന്നു മരണത്തിന്റെ ശേഷം. അപ്പൊ അതുകൊണ്ട് ജീവിത കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതിനേക്കാൾ ആത്മീയമായ കഴിവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം മരണത്തിന്റെ ശേഷം ഉണ്ടാകും എന്ന് ഇമാം റാസി വളരെ വിശദമായി വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോ ദുനിയാവിൽ അറിഞ്ഞിട്ടില്ലെങ്കിലും ഖബറിൽ അവർക്ക് അറിയാനുള്ള കഴിവ് അല്ലാഹു തആല കൊടുക്കും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ല, എനക്ക് ഞാൻ 10-20 കൊല്ലം ഗൾഫിലുണ്ടായി. കുറച്ചൊക്കെ അറബി, ഗ്രാമർ അറബി അറിയില്ല. വണ്ടർഫുക്കാൻ ചോദിച്ചെങ്കിൽ അള്ളാഹു റബ്ബി എന്ന് പറയാൻ അറിയാം. അത്രയൊന്നെങ്കിലും ഇവിടെ അറബി അറിയാത്ത ആളുണ്ടാവുമല്ലോ. ഇവിടെ ഈ സദസ്സിൽ അറബി തീരെ അറിയാത്ത ആളില്ലേ? അവരോട് ഖബറിൽ ചോദിച്ചാൽ നക്കനിക്കലാണോ ചോദ്യം? അല്ലല്ലോ. അവരോടും മറബുക, ഒമാ ദീനുക, ഇങ്ങനെയൊക്കെയാണ്, അറബിയിലാണ് ചോദ്യം. അപ്പോ അറബി സ്പോക്കൺ അറബിക്ക് പഠിച്ചിട്ടല്ല ഖബറിലേക്ക് പോകുന്നത്. ജീവിത കാലഘട്ടത്തിലില്ലാത്ത നിലക്കുള്ള കഴിവ് ഖബറിൽ അല്ലാഹു അവർക്ക് കൊടുക്കുന്നു എന്ന് വളരെ കൃത്യമാണ്. ഒരു ഔലിയ മരണപ്പെട്ടെന്ന് വിചാരിച്ചു, അപ്പോൾ അന്യ സ്ത്രീമാർക്ക് അവരെ മയ്യത്ത് കാണാൻ പറ്റുമോ? ഔലിയ മരിച്ചാലും അല്ലാത്തവരും മരിച്ചാലും അന്യ പുരുഷനെ അന്യ സ്ത്രീക്ക് കാണാൻ പറ്റില്ല. വേഗം ചോദിക്കണം, സമയം കളയരുത്. ചില്ലറ വിഷയങ്ങൾ നമ്മൾക്ക്